ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഒരു ഓണ വിഭവം തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. പായസം എന്നും ഒരേ രീതിയിൽ ഉണ്ടാക്കിയാലും ഒരു രസമുണ്ടാവില്ല. ചില വെറൈറ്റിയൊക്കെ ഒന്ന് പരീക്ഷിക്കണം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നതും ഒരു വെറൈറ്റി മിക്സഡ് പായസമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 1 കപ്പ് വെർമസില്ലിയും 1 കപ്പ് അവിലും ഞാൻ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്ക ഞാൻ പഞ്ചസാര ചേർത്തൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നട്ട്സ് വേണം, പിന്നെ കണ്ടൻസ് മിൽക്ക്. ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, പകരം പാല് ചേർത്താലും മതി. ആവശ്യത്തിന് നെയ്യ്, പഞ്ചസാര, കിസ്മിസ്, ഇനി 1 ലിറ്റർ പാല്. സാധാരണ പാൽപ്പായസം പോലെയല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഞാൻ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെള്ളം ചേർക്കാതെ കാരമലൈസ് ചെയ്യാം, പക്ഷേ ഞാൻ 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. എനിക്കതാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം, കാരണം അത് പെട്ടെന്ന് കട്ടിയാകുമെന്ന് തോന്നുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ചിലരുടെ പാനിൽ അതങ്ങനെ ആയില്ല, എനിക്കങ്ങനെ കട്ടിയായി. ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധയോടെ ആ തീ ഒരു മിനിമൈസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് കറുത്ത് പോയാൽ പായസം കഴിക്കും. ഈ ഒരു കളറാകുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ പാൽ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ പകുതി പാല് ആഡ് ചെയ്തിട്ടുണ്ട്, ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തിളപ്പിച്ച പാലാണ് ഞാൻ ആഡ് ചെയ്തത്, അതുകൊണ്ട് ഉടനെ തന്നെ ഞാൻ വെർമസില്ലി ഇട്ട് കൊടുത്തു. അതൊന്ന് വേകട്ടെ, വെന്ത് കിട്ടണം. കുറച്ചുകൂടെ പാല് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ആ വെർമസില്ലി ഒന്ന് വേകട്ടെ, ഒരു 5 മിനിറ്റോളം വേണ്ടി വരും. നമുക്ക് നട്ട്സും കിസ്മിസും ഒന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. സാധാരണ പാൽപ്പായസത്തിൻ്റെ ടേസ്റ്റ് അല്ല നമ്മൾ കാരമലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും കാരമലൈസ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യുക. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വെർമസില്ലി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അവിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് മാറ്റി വെച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടൻസ് മിൽക്ക് ചേർത്തില്ലെങ്കിൽ പകരം പാലും കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമുക്ക് ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കളർ കണ്ടില്ലേ, ശരിക്കും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി. ഞാൻ കിസ്മിസും നട്ട്സും കുറച്ച് ചേർക്കുന്നുണ്ട്, ബാക്കി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു. ഇനി നമുക്ക് കുറച്ച് പഴനുറുക്കൂടെ റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് സ്ലൈസ് ചെയ്ത ഏത്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. സാധാരണ ഇത് ശർക്കരയൊക്കെ ചേർത്താണ് ചിലർ ചെയ്യാറുള്ളത്. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഓണത്തിന് ഈ സ്പെഷ്യൽ പായസം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം, കാരണം അവിലൂടെ ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബോളി തന്നെയാണ്. എൻ്റെ ആദ്യ വീഡിയോയിൽ ഞാൻ ബോളി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങളൊന്ന് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക.